ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ്, നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇന്ന് സമയം 8 മണിയായി, നല്ല വെയിലുണ്ട്, മഞ്ഞ് മാറി വരുന്നുണ്ട്. രാവിലെ ആണെങ്കിൽ മഞ്ഞ് കാണാമായിരുന്നു. പിന്നെ അങ്ങോട്ട് റോഡായിട്ടുണ്ട് കേട്ടോ, നമ്മളെ പഞ്ചായത്തിൻ്റെ കളിസ്ഥലത്തിൻ്റെ റോഡാണ്, അങ്ങോട്ട് പോകുന്ന ഒരു റോഡാണ്. അപ്പം അവിടെ റോഡാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കുട്ടിയൊക്കെ സ്കൂളിൽ ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെയാണ്, അപ്പം ക്രിസ്മസ് സെലിബ്രേഷൻ. അപ്പോൾ അതുകൊണ്ടിട്ട് അവർ പോകാനൊക്കെ റെഡിയാവുന്നു. നമ്മളെ ജുമാന ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ജുമാന മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ റയാനും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന, റയാൻ കുളിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം അക്കുവിന് പോകണ്ട, അക്കു നല്ല ഉറക്കമാണ് കേട്ടോ. ജുമാന റെഡി ആയിട്ടുണ്ട്. പിന്നെ റയാൻ റെഡി ആയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ജുമാന പോയി, റയാൻ പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അക്കു കിടന്ന് ഉറങ്ങുന്ന നല്ല ഉറക്കം. അപ്പോൾ രാവിലെ ഒരു പുഴുക്കുണ്ടാക്കാമെന്ന് വെച്ചാൽ, അതായത് കുറേ സംഭവങ്ങളെല്ലാം കൂടി വെച്ചിട്ട് പുഴുക്ക് സാധനം റെഡിയാക്കാമെന്ന്. അപ്പം ചീനി ഉണ്ടായിരുന്നു, ചീനി ഞാൻ എടുത്തിട്ടില്ല. കുറേ ചേമ്പും ചേനയും അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പുഴുക്ക് റെഡിയാക്കി. പിന്നെ മുളകും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുഴുക്ക് റെഡിയായി. കട്ടൻ ചായയും പുഴുക്കും പിന്നെ മുളക് ചമ്മന്തിയും കൂടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. മക്കൾ സ്കൂൾ വിട്ടൊക്കെ വന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ വിചാരിച്ചൊരു കപ്സ് ഉണ്ടാക്കാൻ, തട്ടിക്കൂട്ടി ഒരു കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് സൺഫ്ലവർ ഓയിൽ വേണമല്ലോ മെയിനായിട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, സവാള, മല്ലിയില, പിന്നെ ഡ്രൈ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാത്ത നാരങ്ങയാണല്ലോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ടൊമാറ്റോയും പച്ചമുളകും അരച്ചത്. പിന്നെ ഇത് കപ്സ മസാലയാണ്. ഞാൻ കപ്സ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് മന്തിക്കും കപ്സയ്ക്കും ഒരേ മസാല തന്നെയാണ്. പിന്നെ ചിക്കൻ ക്യൂബ് ഉണ്ട്, കുരുമുളക്, പിന്നെ ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി റൈസ് കുറച്ച് നേരം കുതിർക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു കപ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു കപ്സ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനത് കവറിൽ നിന്ന് ബോട്ടിലിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ വെച്ചേക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ചെറിയ ജീരകം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ ലീഫുണ്ട്, അപ്പം അതിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സവാള ഇട്ട് കൊടുക്കാം. അപ്പം സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് സവാള ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സവാള ചെറുതായിട്ടാണ് നമ്മൾ കൊത്തി അരിയുന്നത്. ഒരുപാട് ഇതായിട്ട് അരിയണ്ട, ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിയണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണതെന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്, ഒരു കൈ കൊണ്ട് സാധനം എടുത്തിടുന്നുണ്ട്. അപ്പോൾ സംഭവം മക്കളൊക്കെ ഇല്ല, അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അവരുടേതായ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടിട്ട് ഞാൻ തനിച്ചെടുക്കുന്നൊരു വീഡിയോസാണ്. ഇക്കായും പുറത്താണ്. അപ്പോൾ പുറത്തെന്ന് പറയുമ്പോഴത്തേക്കും കോഴിയുടെ അടുത്തൊക്കെ ഇങ്ങനെ കോഴിക്ക് തീറ്റ കൊടുക്കാനൊക്കെ പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം സവാള ഇട്ടിട്ടുണ്ട്. അപ്പം സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ സവാളയും അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ മല്ലിയിലയാണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നെക്സ്റ്റ് നമ്മളിടുന്ന ചിക്കൻ ക്യൂബാണ്. അപ്പം മാഗി ക്യൂബ്, അപ്പോൾ അതൊരു പീസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, അത് ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു മണം വരുന്നുണ്ട് ചിക്കൻ ക്യൂബൊക്കെ ഇട്ടപ്പോൾ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ഇനി ഒന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചക്കുരുമുളക് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കും. അപ്പോൾ പച്ചക്കുരുമുളക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് ഇടുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്യാണ്ട് ഫുള്ളോട് കൂടിയാണ് ഇടുന്നത്. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കണം. പച്ചമുളകൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി എടുക്കാം നമുക്ക്. ഇനിയും സംഭവങ്ങൾ ഇതിൽ ചേർക്കാനുണ്ടേ. അപ്പോൾ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത്
കുറച്ച് ലെമണാണ്, അപ്പം നാരങ്ങ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഡ്രൈ നാരങ്ങയില്ല, അപ്പം നമ്മൾ ഒരു പീസ് അതിൻ്റെ ചാറ് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, അപ്പം അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഒന്നുകൂടി നന്നായിട്ട് ഇളകി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളകും തക്കാളിയും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം തക്കാളി ഒരെണ്ണം മതി, തക്കാളിയും ഒരു 2-3 പച്ചമുളക്, അപ്പം നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. അങ്ങനെ നമ്മളിതാ അടിച്ചു വെച്ചിരിക്കുന്ന അതും ഒഴിച്ചിട്ടുണ്ട്, ടൊമാറ്റോയും പച്ചമുളകും കൂടി. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പം ഇതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ ഇതാ കപ്സ മസാല ഇടുന്നുണ്ട്. അപ്പം കപ്സ മസാല എന്താണെന്ന് വെച്ചത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ചെറിയ ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഡ്രൈ നാരങ്ങ, അപ്പം അങ്ങനെ കുറേ സംഭവം, പിന്നെ പച്ചമല്ലി, അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്. അപ്പം അതും കൂടി ഇടുന്നുണ്ട്. അപ്പം മന്തിക്കും കപ്സ മസാലയ്ക്കും ഒരു ഇത് തന്നെയാണ് ഇടുന്നത്. അപ്പം അതും ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ നമ്മളിതാ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം 2 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് റൈസ് ആണെങ്കിൽ നമ്മളിപ്പോൾ 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം റൈസ് കഴുകിയിടണം. അപ്പോൾ ഇതിപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കും. അപ്പോൾ തിളച്ചിട്ട് ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതിനിടയിൽ കോൾ വന്നതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കനും ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ഇടണം. അപ്പോൾ ഇതാ ചിക്കൻ പീസുകളാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. നമ്മൾ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ചതാ വരുന്നുണ്ട്. അപ്പോൾ ഈ തിള വരുമ്പോഴത്തേക്കും റൈസ് കഴുകി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ കഴുകിയൊക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിലോട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കപ്സയാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ അതാകുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു സലാഡും കൂടി മതി. അപ്പോൾ ചിക്കനും എല്ലാം അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു സലാഡും മയോണൈസോ ടൊമാറ്റോ കെച്ചപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കഴിക്കാം. വേറെ കറികളൊന്നും വേണ്ട. അപ്പം പുറത്തൊക്കെ പോയിട്ട് വന്നാലും പെട്ടെന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്താ നമ്മൾ റൈസ് കഴുകി ഇടുന്നുണ്ട്. അപ്പം ഇത് ഇട്ട് 2 വിസിൽ, കുക്കറിലാണെങ്കിൽ 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും വെന്ത് നല്ല പാകമായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ റൈസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കർ അടച്ചെടുക്കാം. നമുക്ക് കുക്കർ അടച്ചിട്ട് 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും ഓക്കെ ആവും. അപ്പോൾ ഇതാ തിളയ്ക്കുന്നുണ്ട് കേട്ടോ, തിള വരുന്നുണ്ട്. റൈസ് ഇട്ടിട്ടും തിള വന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഞാൻ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം നാരങ്ങയും ഈത്തപ്പഴവും കൂടി ചേർന്ന അച്ചാർ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചതാണ്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതാ നല്ല അടിപൊളി, കയ്പ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നാരങ്ങയും ഈത്തപ്പഴവും കൂടി ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്താ അച്ചാർ ഇട്ടിട്ട് നമ്മൾ അച്ചാർ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം കേടാവാണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത് അച്ചാറൊന്നും. അപ്പം അതിൻ്റെ തണുപ്പടിച്ചിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പെല്ലാം കൊണ്ടിട്ടും അച്ചാറില്ലാമായി പോകും. പിന്നെ ഇതാ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കപ്സ റെഡിയായി. പിന്നെ ഒരു സലാഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്സയും സലാഡും പിന്നെ മയോണൈസ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം മക്കളും എല്ലാവരുമൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം മുളക് ഉപ്പിലിട്ടതാണ്, അത് കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് ഞാൻ കാണിച്ചത്. പിന്നെ സലാഡ്, മയോണൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഒരു കപ്സയൊക്കെ റെഡിയാക്കി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണണം. അപ്പം ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.